പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറയാം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വേദഭാഗം നമുക്ക് ഇന്ന് പകലത്തെ ചിന്തയ്ക്കായിട്ടെടുക്കാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 23-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 23-ാമത്തെ വാക്യം. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായി പോയോ? എന്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും എന്ന് കൽപ്പിച്ചു. അങ്ങനെ യഹോവ മോശയോട് പറയുകയാ, എന്റെ കൈ കുറുതായി പോയോ? പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ കരം ഒരിക്കലും കുറുതായിട്ടില്ല. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ, അടയാളങ്ങളെ ചെയ്യാൻ, വീര്യപ്രവർത്തികളെ ചെയ്യാൻ, വിടുതലുകൾ വെളിപ്പെടുത്താൻ ദൈവത്തിന്റെ കരം കുറുതായിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ജനം മോശയുടെ നേർക്ക് പിറുപിറുക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് എവിടുന്ന് ഇറച്ചി കിട്ടും, മന്ന കിട്ടും? ഈ മരുഭൂമി ഞങ്ങളെ കൊല്ലുവാൻ കൊണ്ടുവന്നതാണോ? അതിൻ്റെ ഈ പരാതിയൊക്കെ പറയുന്ന കൂട്ടര് ആരാന്നറിയാമോ? ആ പാരഗ്രാഫ് തുടങ്ങുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഒരു സമ്മിശ്ര ജാതി. അതാണ് സമ്മിശ്ര ജാതി. അവരാണ് ഈ പ്രശ്നം മുഴുവനും. എന്താ ഈ സമ്മിശ്ര ജാതി എന്ന് പറഞ്ഞാൽ? ഇസ്രായേൽ ദൈവസഭയിൽ പ്രശ്നങ്ങൾക്ക് കാരണക്കാര് ഈ സമ്മിശ്ര ജാതിയാണ്. ആരെ ഈ സമ്മിശ്ര ജാതി എന്ന് പറയുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 11-ാമത്തെ വാക്യം. യെശയ്യാവ് ഇവിടെ അല്പം അവിടെ അല്പം, ഇവിടെ അല്പം അവിടെ അല്പം എന്നവർ പറയുന്നു. അതേ വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത. അപ്പൊ നോക്കിയേ, ആരായി സമ്മിശ്ര ജാതി എന്ന് പറയുന്നത്? ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം. ഇവിടെ അല്പം അവിടെ അല്പം. ഇതാണ് സമ്മിശ്ര ജാതി. സമ്മിശ്രം. ഇവിടെയും വേണം, അവിടെയും വേണം. ഈ സമ്മിശ്ര ജാതി ദൈവജനത്തിനൊരു തലവേദനയായിരുന്നു. മോശ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം മോശയോട് പറഞ്ഞു, മോശേ, എൻ്റെ കൈ കുറുതായി പോയോ? എൻ്റെ കൈ കുറുതായി പോയോ? ഞാൻ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഞാൻ ജനത്തിന്റെ നടുവിൽ വീര്യപ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ പോകുക. ഇന്ന് പകൽ ദൈവത്തിന്റെ ദാസന്മാരെ, ദാസിമാരെ, അവന്റെ കൈ കുറുതായിട്ടില്ല. നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവത്തിന്റെ കൈ കുറുതായിട്ടില്ല. ആമേൻ. അവൻ ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ ഇന്നും വീര്യപ്രവർത്തികളുടെ ദൈവമാണ്. അവൻ ഇന്നും വിടുവിക്കുന്ന ദൈവമാണ്. ദൈവം ചോദിക്കുന്നു, എൻ്റെ കൈ കുറുതായി പോയോ? ദൈവം തൻ്റെ തിരുക്കര നമുക്ക് വേണ്ടി നീട്ടുന്നത് കൊണ്ട് മാത്രമാണ് നാം നിലനിൽക്കുന്നത്. ദിനവൃത്താന്തം 1-ാം പുസ്തകം എടുക്കാം. ദിനവൃത്താന്തം 1-ാം പുസ്തകം
29 16 വാക്യം. 1 ദിനവൃത്താന്തം 29:16. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ വിശുദ്ധ നാമത്തിനായി നിനക്കൊരാലയം പണിവാൻ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഈ സംഗ്രഹമെല്ലാം നിന്റെ കയ്യിൽ നിന്നുള്ളത്. സകലവും നിനക്കുള്ളതാകുന്നു. സകലതും നിനക്കുള്ളതാകുന്നു. എന്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാനും എന്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ ജനം നിനക്ക് മനഃപൂർവ്വമായി തന്നിരിക്കുന്നത് ഞാൻ സന്തോഷത്തോടെ കണ്ടുമിരിക്കുന്നു. ദൈവമേ, നീ തന്ന നിന്റെ തിരുക്കരം ഞങ്ങൾക്ക് വേണ്ടി നീട്ടി അങ്ങ് തന്ന നന്മകൾ മാത്രമാ ഞങ്ങൾ അനുഭവിക്കുന്നത്. നമ്മുടെ കഴിവുകൾ കൊണ്ട് നേടിയതല്ല കേട്ടോ, നമ്മുടെ മിടുക്ക് കൊണ്ട് നേടിയതല്ലെന്ന്. നമ്മുടെ സൗന്ദര്യം കൊണ്ടോ നമ്മുടെ കുടുംബ ശ്രേഷ്ഠത കൊണ്ടോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ ഒന്നും നേടിയതല്ല ഇന്ന് നാം നമ്മുടെ തലമുറ അനുഭവിക്കുന്ന നന്മകൾ. ദൈവം തൻ്റെ വലങ്കരം നമുക്ക് വേണ്ടി നീട്ടിയതാണ്. ദൈവം തന്നതിൽ നിന്നാണ് നാം കർത്താവിന് വേണ്ടി പിന്നെയും എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. കൊടുക്കുന്തോറും തന്നുകൊണ്ടിരിക്കുമ്പോൾ കൊടുക്കുകയും ചെയ്യണം. നമ്മൾ പരിധി വെച്ചൊക്കെ കൊടുക്കുമ്പം ദൈവം തരുന്നത് അളവ് കൂടാതെ അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ്. അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ്. നമുക്കറിയാം, രൂത്ത് കാലാപെറുക്കുവാൻ ഭാഗ്യവശാൽ അവൾ എത്തിപ്പെട്ടത് ബോവസിന്റെ വയലിൽ. സംഭവിച്ചത് എന്നതാ? കറ്റകളുടെ ഇടയിൽ നിന്ന് വലിച്ചൂരി ഇട്ടു കൊടുക്കാൻ ഉടമസ്ഥൻ കൽപ്പനയിട്ടു. അവൾ കൊയ്ത്തുകാരിടയിൽ പെറുക്കിക്കൊള്ളട്ട്, ബാല്യക്കാർ അവളെ ഉപദ്രവിക്കാതിരിപ്പാൻ അവൻ കൽപ്പിച്ചു. മാത്രമല്ല, ഇടയ്ക്ക് ദാഹിക്കുമ്പോൾ ബാല്യക്കാർ കോരി വെച്ചിരിക്കുന്ന വെള്ളം നീ വന്ന് കുടിച്ചോണം. ഓ പ്രിയ ദൈവത്തിന്റെ പൈതലേ, നീ കോരിയതല്ല, നീ അധ്വാനിച്ചതല്ല. ആമേൻ. ബാല്യക്കാര് കോരി വെച്ചിരിക്കുന്നത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. സ്വതന്ത്രം മാത്രമല്ല, ആ നല്ലവനായ ബോവസ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവന്റെ ഭക്ഷണത്തിന്റെ ഒരു വിഹിതം ഇവൾക്കും കൊടുത്തു. ഇവൾക്കും കൊടുത്തെന്ന് എന്താ കാര്യം എന്നറിയാമോ? നീ യഹോവയുടെ മറവിൽ മറഞ്ഞ് യഹോവയിൽ ആശ്രയിച്ച് നിന്റെ അമ്മാവിയമ്മയായ നവോമിയോടൊപ്പം ബെത്ലഹേമിലേക്ക് നീ കണ്ടിട്ടില്ലാത്ത ഈ ദേശത്തേക്ക് നീ കടന്നു വന്നത് നിമിത്തം നിന്റെ ദൈവം എൻ്റെ ദൈവമെന്നും നിന്റെ ജനം എൻ്റെ ജനമെന്നും നീ പോകുന്നിടത്ത് ഞാനും പോരും എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച രൂത്തിന് വേണ്ടി ബോവസ് കരുതിയെങ്കിൽ, ദൈവപൈതലേ, എല്ലാം വിട്ടിറങ്ങിത്തിരിച്ച നമുക്ക് വേണ്ടി അവൻ കരുതാതിരിക്കുമോ? സ്വത്രം. ഇവൾ വീട്ടിൽ അമ്മാവിയമ്മയുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ മടി നിറച്ചും അവൾ കൊണ്ടുപോകുന്നത്, മടി നിറച്ചുമാണ് ധാന്യം കൊണ്ടുപോകുന്നത്. സ്തോത്രം. മാത്രമല്ല, അവിടെ ചെന്നിട്ട് അവൾ മടിയുടെ ഒരു കെട്ടഴിച്ച് അവൾ ഭക്ഷിച്ച, അതായത് ബോവസ് കൊടുത്തതിൻ്റെ വിഹിതം അമ്മാവിയമ്മയ്ക്കും കൊണ്ടുവന്ന് കൊടുക്കുകയാണ്.
Praise the Lord. ശ്രദ്ധിക്കൂ, നിന്റെ വയറ് നിറയുക മാത്രമല്ല, ഈ നല്ലവനായ ബോവസ് നമുക്ക് ഓരോരുത്തർക്കും തന്നാൽ നമ്മുടെ വയറ് നിറയുക മാത്രമല്ല, നിന്റെ കുടുംബത്തിനകത്ത് ആരൊക്കെ ഉണ്ടോ, നിന്റെ ഭവനത്തിന്റെ അന്തർഭാഗത്ത് ആരൊക്കെ ഉണ്ടോ, അവരുടെ ഒക്കെ വയറ് നിറയത്തക്കവണ്ണം അവൻ പകരുന്നവനാ. ഓ ശക്തനായ എത്ര പേർക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ കഴിയും? ആമേൻ. ദൈവം ചെയ്ത നന്മകൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ വളരെയാണ്. ദൈവത്തിന്റെ കരം വെളിപ്പെട്ട ഒരു വ്യക്തിയെ ഒന്ന് ചൂണ്ടിക്കാട്ടാം. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായം 46-ാമത്തെ വാക്യം. 1 രാജാക്കന്മാർ 18:46. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു. മതി. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട ഒരു വ്യക്തിയാണ് ഏലിയാവ്. ഏലിയാവിനെ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ്. അവനൊരിക്കൽ ആഹാബ് രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് സധൈര്യം, യഹോവയാണ്, ഞാൻ കൽപ്പിച്ചല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും. ആ വാക്യം ഒന്ന് വായിച്ചേ. 17-ാം അധ്യായം 1-ാം വാക്യം. 17:1. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞതല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, എന്താ ഈ ആഹാബിന്റെ മുമ്പിൽ ചെന്ന് ഈ ഏലിയാവ് ഇങ്ങനെ പറയാൻ കാരണം? ആഹാബ് ഇസ്രായേലിയനാണ്. ഇസ്രായേലിലുള്ള ഒരു സ്ഥലമാണ് ഇസ്രയേൽ. ജസ്രീൽ എന്ന് ഇംഗ്ലീഷിലുണ്ട്. ഇസ്രായേലും ജസ്രീലും. ആ ഇസ്രയേൽക്കാരനായ ആഹാബ് ഒരു ദൈവപൈതല, ജീവനുള്ള ദൈവത്തെ ആരാധിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഈ ആഹാബ്. പക്ഷെ അവന്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്, അവൻ പോയി ഒരു ജാതീയ പെൺകുട്ടിയായ ഇസബേലിനെ വിവാഹിച്ചു. ആകാമേ, നീ ആയിരിക്കുന്ന ഇസ്രായേലിൽ കന്യകമാരില്ലാഞ്ഞിട്ടാണോ നീ പോയി ഒരു ജാതീയ പെൺകുട്ടിയായ ഇസബേലിനെ വിവാഹം കഴിച്ചത്? അനന്തര ഫലമായി അതിന്റെ റിസൾട്ട്, ഇസബേലിന്റെ അപ്പൻ സ്ത്രീധനം കൊടുക്കണമല്ലോ. അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തപ്പം സ്ത്രീധനം കൊടുക്കണമല്ലോ. സ്ത്രീധനം കൊടുത്ത എന്താണെന്നറിയോ? 10 ലക്ഷം 20 ലക്ഷം രൂപയല്ല, 850 പ്രവാചകന്മാരെ. പ്രവാചകന്മാരെ. ഏത് പ്രവാചകന്മാരെ? ബാലിൻ്റെയും അശേരായുടെയും പ്രവാചകന്മാരെയാണ് സ്ത്രീധനമായി കൊടുത്തു വിട്ടത്. ഇവറ്റകളെല്ലാം കൊണ്ടുവന്ന് എങ്ങനെ പോറ്റി പുലർത്തും? ആഹാബ് ചെയ്തത് ഇസ്രായേലിൽ മുക്കിലും മൂലയിലും എല്ലാം കൊണ്ടുവന്ന് ഇവരെ ഓരോരുത്തരെ അങ്ങ് സ്ഥാപിച്ചു. അവിടെ പാർത്ത് യാഗപീഠം പണിത്, ബാലിനെയാണെ ബാലിനെ, അശേരയാണെങ്കിൽ അശാരയെ ആരാധിച്ച് പിരിവ് നടത്തി ജീവിച്ചോണം. തൽഫലമായി
ഇസ്രായേലിൽ വഷളത്വം പ്രബലപ്പെട്ടു, അന്യാരാധന ശക്തിപ്പെട്ടു. ശ്രദ്ധിക്കണേ, ജീവനുള്ള ദൈവത്തെ ആരാധിച്ചു വന്ന ആഹാബ് ജാതീയമായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് നിമിത്തം അന്യാരാധന ദേശത്ത് പ്രബലപ്പെട്ടു. സ്വതന്ത്രം പ്രിയ ദൈവത്തിന്റെ മക്കളെ, അന്യാരാധനക്കെതിരെ, അന്യായ മ്ലേച്ഛതകൾക്കെതിരെ അഹോരാത്രം പോരാടുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാ നാം ഓരോരുത്തരും. Praise the Lord. Praise the Lord. പക്ഷെ ആ കുഴിക്കകത്ത് ആഹാബ് വീണുപോയി. അവൻ ദൈവത്തെ മറന്നു. ഇതിൻ്റെയൊക്കെ പിന്നാലെ തൻ്റെ ഭാര്യയുടെ വാക്കുകൾ കേട്ട് അശേരയുടെയും ബാലിൻ്റെയും ഒക്കെ പിന്നാലെ ഇവനും പതുക്കെ നീങ്ങിത്തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ദൈവം തമ്പുരാൻ തൻ്റെ ദാസനായ ഏലിയാവിനെ അവൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. ഏലിയാവ് ചെന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണേ, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ കൽപ്പിച്ചല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും. പ്രിയ ദൈവമക്കളെ, എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ദൈവം ആ അധികാരം തന്നിരിക്കുക കേട്ടോ. പ്രകൃതിയുടെ മേൽ അധികാരം തന്നിരിക്കുക, പിശാചിന്റെ മേൽ അധികാരം തന്നിരിക്കുക. നീ ഒന്ന് പറഞ്ഞാൽ മതി, നീ ഒന്ന് പറഞ്ഞാൽ മതിയെന്ന്. സ്വത്രം പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ശക്തനായ ദൈവദാസനെ, ദൈവദാസിയെ, നിനക്ക് അവൻ അധികാരം. ആമേൻ. അത് ഉപയോഗിക്ക, യേശുവിന്റെ നാമം പറഞ്ഞ്. ആമേൻ. ആരോഗ്യത്തെ ഹനിക്കുന്ന, ആരോഗ്യത്തിനെതിരെ പോരാടുന്ന തേളിന്റെ ശക്തിയോട്, ആത്മാക്കളെ തടയുന്ന പാമ്പിന്റെ ശക്തിയോട്, ഇതൊന്നും നിനക്ക് ദോഷം ചെയ്യത്തില്ല. ഇതൊന്നും നിനക്ക് ദോഷം ചെയ്യത്തില്ല. നിന്റെ കുടുംബത്തിന് ദോഷം ചെയ്യത്തില്ല. നിന്റെ തലമുറയ്ക്ക് ദോഷം ചെയ്യത്തില്ല. Yes, the power of Holy Spirit. Yes, ആത്മാവിന്റെ തീയ, അധികാരം പ്രാപിച്ച ദൈവമക്കൾ അധികാരത്തോടെ പറ. യെസ് യെസ് യെസ്. ജീവൽ പ്രൊവൈഡലേ, യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തെ പീഡിപ്പിക്കുന്ന അന്യായ ശക്തികളെ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുകയാണ്. ആമേൻ. ഏലിയാവ് ധൈര്യത്തോടെ ആഹാബിന്റെ മുമ്പിൽ ചെന്ന് പറയും. ഇത് ആരുടെ അടുക്കല ചെന്ന് പറയുന്ന? രാജാവിന്റെ മുമ്പിൽ. ഏലിയാവിനോട് നമുക്ക് ചോദിക്കാം, ഏലിയാവ് നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ അധികാരം, ഈ ധൈര്യം? പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് തന്ന അധികാരം മേലിൽ നിന്ന്. പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ചപ്പോഴേ, യേശുവിനെ പീലാത്തോസ് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി വിസ്തരിച്ചപ്പോഴേ,
യേശുവിനോട് പീലാത്തോസ് ഇങ്ങനെ പറഞ്ഞു, റോമൻ ഗവർണറാ, എനിക്ക് നിന്നെ വെറുതെ വിടാൻ കഴിയും, എനിക്ക് നിന്നെ വെറുതെ വിടാൻ കഴിയും, നീ പറ, എനിക്ക് അധികാരമുണ്ട്. ഉടനെ കർത്താവ് കൊടുത്ത മറുപടി എന്തുവാ? മേലിന്ന്. സ്തോത്രം. അല്ലാതെ ഒരു അധികാരവും ഇല്ല കേട്ടോ. ദൈവത്തിന്റെ പൈതലേ, പ്രിയ സഹോദരിയെ, സഹോദര, നിനക്ക് കിട്ടിയ അധികാരം മുകളിൽ നിന്ന് തന്നതാ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ രോഗബന്ധനം അഴിയട്ടെ. തലമുറകളുടെ നന്മയെ തടുത്തു വച്ചിരിക്കുന്ന ദുഷ്ടപിശാചേ, യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. വിട്ട് മാറ്. ദൈവസഭയെ വിട്ടു മാറ്. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുക. ദൈവമക്കൾക്ക് ലഭിക്കേണ്ട വരുമാനം, ദൈവമക്കൾക്ക് ലഭിക്കേണ്ട ആരോഗ്യം തടയുന്ന ശക്തികൾ. ഈ ഏലിയാവിന് ഈ അധികാരമുണ്ടെന്ന് നല്ല ഉറപ്പാ. അതുകൊണ്ടാണല്ലോ അവൻ ധൈര്യത്തോടെ ചെന്ന് ആഹാബിനോട് പറയുന്നത്, ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, ഞാൻ കൽപ്പിച്ചല്ലാതെ ഈ ആണ്ടുകളിൽ ഞാൻ കൽപ്പിക്കുമെന്ന്. ഏലിയാവ് പറയാ, ഞാൻ കൽപ്പിക്കണമെന്ന്. പ്രിയ ദൈവമക്കളെ, നമുക്കാണ് അധികാരം കേട്ടോ, നമുക്കാണ് അധികാരം. ഈ ദേശത്തിന്മേൽ അധികാരം നമുക്ക്, ഈ തിരുവനന്തപുരം പട്ടണത്തിന്മേൽ അധികാരം നമുക്ക്, ഈ തിരുവനന്തപുരം ജില്ലയുടെ മേൽ അധികാരം നമുക്ക്. ആമേൻ. യെസ്. നിന്റെ ഉപജീവന മാർഗത്തിനെതിരെ, നിന്റെ കുടിവെള്ളത്തിനെതിരെ പൊരുതി നിൽക്കുന്ന ദുഷ്ടശക്തിയെ യേശുവിൻ നാമത്തിൽ ഞാൻ ശാസിക്കുക. ഇപ്പോൾ ആമേൻ. ഏലിയാവ് ആഹാബിനടുക്ക ചെന്ന് ഇത് പറഞ്ഞെങ്കിലും ദൈവത്തിൻ്റെ ശബ്ദം അവനുണ്ടായി, നീ പോയി കെരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കുക. ഏലിയാവ് ഈ ദൂതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ കെരീത്ത് തോട്ടിൽ പോയി ഒളിച്ചിരുന്നു. ദേശത്തെല്ലാം ക്ഷാമമാണ്, കാരണം മഴയില്ല, ഭയങ്കര ക്ഷാമം. ആ ക്ഷാമത്തിന് നടുവിലും തൻ്റെ മക്കളെ പരിപാലിക്കുന്ന ദൈവം. ഏലിയാവിന് കാക്ക കൊണ്ടുവന്ന് അപ്പവും ഇറച്ചി. ഒരു ഉണക്കക്കപ്പ കിട്ടിയ ചുട്ടു തിന്നാമെന്ന് വിചാരിച്ചിരിക്കുന്ന ക്ഷാമം. പക്ഷേ ഏലിയാവിന് എന്താ കൊടുത്തേ? അപ്പവും ഇറച്ചി. ദൈവം തന്നെ മക്കളെ പോഷിപ്പിക്കുന്ന ദൈവമാണ്, പോഷിപ്പിക്കുന്നവനാണ്. പോട്ടെ, ഞാനത് വിടുക. മുൻപോട്ട് വരുമ്പോൾ ഇതിനൊരു അറുതി വേണമല്ലോ, ഒരറുതി ഉണ്ടാകണമല്ലോ. ആഹാബിനോട് ഏലിയാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് യഹോവ ദൈവമാണെങ്കിൽ അവനെ സേവിക്കാം. നീ പറയുന്ന ബാലാണ് ദൈവമെങ്കിൽ അവനെ സേവിക്കാം. നീ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച കുറെ ബാലിൻ്റെയും അശേരായുടെയും പ്രവാചകന്മാരുണ്ടല്ലോ, അവരെ കൂട്ടി വരുത്താൻ പറഞ്ഞു. കർമ്മേലിൻ്റെ മുകളിൽ
കർമ്മേലിന്റെ മുകളിൽ അവരെല്ലാം വിളിച്ചു വരുത്തി. ഏലിയാവ് പറഞ്ഞു, ആ ടോസ് നിങ്ങൾക്കാ വീണിരിക്കുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ദൈവത്തെ വിളിച്ച് യാഗത്തിന്മേൽ തീ ഇറക്കാൻ പറഞ്ഞു. യാഗത്തിന്മേൽ തീ ഇറക്കാൻ പറഞ്ഞു. ഈ പ്രവാചകന്മാരെല്ലാം കൂടെ, ബാലിൻ്റെയും അശേരായുടെയും പ്രവാചകന്മാരെല്ലാം കൂടെ നിലവിളിയായി. ഒരുമിച്ച് കൂട്ടത്തോടെ നിലവിളിയാ. ബാലേ, അശേരായേ, നിലവിളിയാ, തീയിറക്കണേ, തീയിറക്കണേ. എവിടുന്ന് തീ വരാനാ? ഏലിയാവ് അവരെ കളിയാക്കി. കാലത്തു തുടങ്ങി ഉച്ച വരെ വിളിയാ. അവരെന്തോ ചെയ്തെന്ന തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചെന്ന് ഇടിച്ചു മുറിവേൽപ്പിച്ച്. ഒടുവിൽ ഏലിയാവ് പറഞ്ഞു, ശരി, ഇത്രയും നേരം നിങ്ങൾ നിലവിളിച്ചല്ലോ, ഒരു മറുപടി കിട്ടിയില്ലല്ലോ, ഇനി നിങ്ങളങ്ങ് മാറി നിൽക്കുക. ഏലിയാവ് യാഗപീഠം പണിതു, വിറകടുക്കി, യാഗമൃഗത്തെ അറുത്ത് അതിന് മീതെ വെച്ചു. എന്നിട്ട് പറഞ്ഞു, വെള്ളം കോരി ഒഴിക്കാൻ പറഞ്ഞു. പച്ചവെള്ളം കോരി ഒഴിച്ചു. ഈ യാഗപീഠത്തിന് ചുറ്റും ഒരു തോടുണ്ടാക്കി ആ തോട് നിറച്ചു വെള്ളം ഒഴിച്ചു. ഏലിയാവ് ദൈവത്തോട് ഒരൊറ്റ പ്രാർത്ഥന, യഹോവയായ ദൈവമേ, നീ ഇസ്രായേലിൻ്റെ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഇവരറിയേണ്ടതിന് തീ കൊണ്ട് ഉത്തരമരുളണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് തീയിറങ്ങി. ആകാശത്തുനിന്ന് തീയിറങ്ങിയത്. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ അഭിഷേകം പ്രാപിച്ച ആൾക്കാരോട് ഞാൻ ചോദിച്ചു, ഹൗ യു ഫീൽ ദാറ്റ് എക്സ്പീരിയൻസ്? അവർ പറഞ്ഞു, ഒരു വലിയ തീക്കകത്ത് ഞങ്ങളായിരുന്നു, ഫയറിനകത്ത്, തീക്കകത്ത്. ആത്മാവ് തീ പോലെ ഇറങ്ങി വന്നു. ഏലിയാവ് പറഞ്ഞു, ഒരെണ്ണം ചാടിപ്പോകരുത്. ഈ ബാലിൻ്റെയും അശേരായുടെയും പ്രവാചകന്മാരെ എല്ലാം പിടിച്ച് താഴെ കൊണ്ടുവന്ന് അവരെ കൊന്നു, വെട്ടിക്കൊന്നു. അത് കഴിഞ്ഞ് ഏലിയാവ് മുഴങ്കാൽമേൽ ഇരുന്നു. മുഴങ്കാലുകൾക്കിടയിൽ തലവെച്ചുകൊണ്ട് അവൻ മോങ്ങി കരയാൻ തുടങ്ങി. ഒരു മഴയ്ക്ക് വേണ്ടി അവൻ മുഴങ്കാലുകൾക്കിടയിൽ തലവെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ ബാല്യക്കാരനെ വിളിച്ചേച്ച് പറഞ്ഞു, ഇതാ നീ പോയി ഒന്ന് നോക്ക്, വല്ല ലക്ഷണവും കാണുന്നുണ്ടോയെന്ന്. അവൻ പോയി നോക്കിയേച്ച് വന്നേച്ച് പറഞ്ഞു, യജമാനനെ, വെറുതെയായി കുത്തിയിരിപ്പ്. ഈ മുഴങ്കാലുകൾക്കിടയിൽ തലവെച്ച് ഇരിക്കുന്ന ഇരിപ്പ് വെറുതെയാ, അവിടെങ്ങും ഒന്നുമില്ല. ഏലിയാവ് പറഞ്ഞു, ഇല്ല, നീ വീണ്ടും പോയി നോക്കാൻ പറഞ്ഞു. അവൻ പിന്നെയും പോയി നോക്കി, 7 പ്രാവശ്യം പോയി നോക്കി, ഒന്നുമില്ല. ബാല്യക്കാരൻ തിരിച്ചു വന്ന് ഏലിയാവിനെ കളിയാക്കാൻ തുടങ്ങി കാണും. പക്ഷേ ഇരിക്കുന്നവന് ഒന്നറിയാം, ഇരിക്കുന്നവൻ ഒന്നറിയാം. ബാല്യക്കാരനില്ലാത്ത ഒരു മഴയുടെ മുഴക്കം ഏലിയാവിന്റെ കാതുകളിൽ. ഓ, ഇന്ന് പകൽക്കാലം എത്ര പേരുടെ ചെവികളിൽ ഈ മഴയുടെ മുഴക്കം ആമേൻ കേൾക്കാൻ കഴിയുന്നുണ്ട്. ആമേൻ. ഒരു നിമിഷം, ഈ പകൽക്കാലം ഒരു ആത്മ നടത്തിപ്പ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ പറയുക.
നിങ്ങളെ അലട്ടുന്ന വിഷയം എന്തായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, അതെന്തോ ആയിക്കൊള്ളട്ടെ. ഒരുപക്ഷെ നിങ്ങളുടെ വരുമാനത്തിൻ്റെ ആയിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ ശരീര രോഗസൗഖ്യത്തിൻ്റെതായിരിക്കാം, ഒരു വേള നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിവാഹത്തെക്കുറിച്ചായിരിക്കാം, ഒരുപക്ഷെ വീട്ടിലുള്ള മറ്റാരുടെയെങ്കിലും രോഗസൗഖ്യത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കടഭാരത്തെക്കുറിച്ചായിരിക്കാം. എന്തോ ആയിക്കൊള്ളട്ടെ, ഏത് വിഷയമായാലും ഒരു നിമിഷം ആ വിഷയത്തെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരിക. നിങ്ങളുടെ വേദോസം അടച്ചു വെക്കാം. നിങ്ങളുടെ മനസ്സിൻ്റെ മുൻപിൽ ആ വിഷയത്തെ ഇപ്പോൾ ഒന്ന് കൊണ്ടുവന്നേ. നിന്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കുന്നതായിട്ടൊന്ന് കാണ്. ആമേൻ. നിന്റെ രോഗം സൗഖ്യമാകുന്നതായി കാണ്. നിന്റെ കടഭാരം മാറുന്നതായി കാണ്. നിന്റെ മനസ്സിൻ്റെ മുൻപിൽ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയത്തെ കൊണ്ടുവരാം. എന്നിട്ട് ആത്മാവിൽ അതിനോട് പറ. ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ദൈവമക്കളെ, നമുക്ക് ദൈവം അധികാരം തന്നിരിക്കുക കേട്ടോ, അധികാരം തന്നിരിക്കുക. ഒരു പ്രവാചകനോ പ്രവാചികയോ വന്ന് നമ്മുടെ തലയിൽ കൈവച്ച് ശാസിക്കേണ്ട കാര്യമില്ല. ആമീൻ. നമുക്ക് ദൈവം ആമീൻ അധികാരം തന്നിരിക്കുകയാ. പാമ്പുകളെയും ആമീൻ അതെ ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം ചേർന്ന് കൈകളെ അടിച്ച് ആമേൻ പോരാടി പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ആ ശക്തി ഇപ്പോൾ 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 ഇവിടെ വ്യാപരിക്കുക. ഓ ഓ യെസ് വിടുതൽ 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 സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അടവ പട്ടണ വട്ടതലച്ചന വെട്ടിതലച്ചൻ തലമന്ദലമ ഉടമറ അടമറ മൗടെ റീകതലച്ച ചാമാന വൈഡാല അതലാമാന വേദാരച്ച. ഓ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ജയം എടുത്ത് പ്രാർത്ഥിക്കുക. Jesus, 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 യേശുവേ. നിന്റെ പ്രമോഷൻ നിനക്ക് കിട്ടി എന്ന് വിശ്വസിക്കുക. നിനക്ക് രോഗസൗഖ്യം ലഭിച്ചു എന്ന് വിശ്വസിക്കുക. നിന്റെ കുഞ്ഞിന്റെ വിവാഹം നടന്നു എന്ന് വിശ്വസിക്കുക. നിന്റെ കടഭാരം മാറി എന്ന് വിശ്വസിക്കുക. ഓ റൂഢാഭാ ശത്രുനിയ. ഏലിയാവ് ആഹാബിനോട് ഇങ്ങനെ പറഞ്ഞു, മഴ നിന്നെ തടുക്കാതിരിപ്പാൻ നീ രഥം പൂട്ടി ഇസ്രയേലിലേക്ക് പൊക്കൊള്ളുക. ഏലിയാവിനെ കൂട്ടാതെ ആഹാബ് പോകുമ്പോൾ ദൈവത്തിന്റെ കൈ ഏലിയാവിന്റെ മേൽ വന്നു. ദൈവത്തിന്റെ കൈ ഏലിയാവിന്റെ മേൽ വന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ കൈ നിന്റെ വിഷയത്തിന്റെ മേൽ വന്നിരിക്കുകയാ. നിന്റെ വിഷയത്തിന്റെ മേൽ അവന്റെ കൈ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുക. ജീസസ്.
ഓ റീ ബാ 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 ദാ. ഹല്ലേലൂയ. ജീസസ്. പ്രാർത്ഥിക്കും. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ കർത്തൃ ദിവസത്തിൽ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യും. അപ്പ, അനുഗ്രഹീതമായ പാട്ടുകൾ പാടുവാൻ, അനുഗ്രഹീതമായ സങ്കീർത്തനത്തിൽ കൂടിയുള്ള അവിടുത്തെ ആലോചന കേൾക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഒക്കെ അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. ദൈവമേ, ഒടുവിലായി നിന്റെ കരം തൻ്റെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുന്നു എന്നുള്ളത് ഞങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം. ഏലിയാവിൻ്റെ മേൽ അവിടുത്തെ കരം വെളിപ്പെട്ടല്ലോ. ആഹാബിൻ്റെ രഥത്തിന് മുൻപായി ഓടുവാൻ തക്കവണ്ണം ഏലിയാവിൻ്റെ മേൽ അങ്ങയുടെ കരം വെളിപ്പെട്ടതുപോലെ കർത്താവേ, ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ, ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ അവിടുത്തെ വലം കൈ വെളിപ്പെട്ടതിനായി സ്തോത്രം. ഞങ്ങൾ ആ വിടുതൽ ആത്മാവിൽ കാണുന്നു കർത്താവ്. ദൈവസഭയ്ക്കകത്ത് രോഗികൾ സൗഖ്യമാകുന്നത് ഞങ്ങൾ കാണുന്നു. ദൈവസഭയ്ക്കകത്ത് കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ നടക്കുന്നത് ഞങ്ങൾ കാണുന്നു. ദൈവസഭയ്ക്കകത്ത് പ്രമോഷനുകൾ ലഭിക്കുന്നത് ഞങ്ങൾ കാണുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ദൈവസഭയ്ക്കകത്ത് കുഞ്ഞുങ്ങളെ ഉയർത്തുന്നത് ഞങ്ങൾ കാണുന്നു. ദേശത്തും വിദേശ രാജ്യങ്ങളിലുമായി നന്മകൾ ദൈവസഭയ്ക്കകത്ത് ഒഴുകിയെത്തുന്നത് ഞങ്ങൾ കാണുന്നു. കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും പിതാവേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഇന്നോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ, ഇന്നിവിടെ ആരാധനയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. ഞാൻ അനൗൺസ് ചെയ്ത പ്രിയപ്പെട്ടവർ മാത്രം അല്പസമയത്തേക്ക് നിൽക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ ജനറൽ കൺവെൻഷൻ വരികയാണ്, ശ്രദ്ധിക്കണം. ഒരു സെക്കൻഡ്. നമ്മുടെ ജനറൽ കൺവെൻഷൻ വരികയാണ്. അതിന്മേൽ കൈനീട്ടാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ആത്മാർത്ഥമായി ജനറൽ കൺവെൻഷന് വേണ്ടി കരം നീട്ടണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഒരൊറ്റ വ്യക്തി പോലും ജനറൽ കൺവെൻഷന് സംബന്ധിക്കാതിരിക്കരുത്. എല്ലാവരും 3 ദിവസത്തെ കൺവെൻഷൻ സംബന്ധിക്കണം, അനുഗ്രഹങ്ങൾ പ്രാപിക്കണം. അതുപോലെ നമ്മുടെ 31 ഡിസംബർ 31 വരുന്ന ഞായറാഴ്ചയുടെ അടുത്ത ഞായറാഴ്ചയാണ്. ഡിസംബർ 31 ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം രാത്രി ഇവിടെ വെച്ച് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. അന്ന് കാലുകളിൽ ശുശ്രൂഷ ഉണ്ടായിരിക്കും, അന്ന് കർത്തൃമേശ ഉണ്ടായിരിക്കും, രാത്രിയിൽ അന്ന് സ്നേഹവിരുന്നുണ്ടായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും ഡിസംബർ 31 മീറ്റിംഗിൽ സംബന്ധിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം